ഉഗ്രമൂർത്തിയാണ് രക്തചാമുണ്ഡി. ചണ്ടമുണ്ടന്മാരെയും രക്തബീജാസുരനെയും വധിച്ച് ഭൂലോകരക്ഷയ്ക്കായി അവതരിച്ച ദേവി. തേപ്പുംകുറി പ്രാക്കെഴുത്തിൽ മുഖത്തെഴുതി ഉഗ്രകോപം വമിക്കുന്ന കരിമഷിക്കണ്ണും നാഗത്താന്മാർ ഇഴപിരിഞ്ഞാടുന്ന മടിത്തട്ടും വലിയ മാറും മയിൽപീലി ഞൊറിയിട്ട് കുരുത്തോല അരുതുന്നിയ അനേകം ചന്ദ്രക്കലകൾ മിന്നിത്തിളങ്ങുന്ന വട്ടത്തിരുമുടിയുമണിഞ്ഞ് അസുരവാദ്യത്തിൻ്റെ താളക്കൊഴുപ്പിൽ പുറപ്പെട്ടു വരുന്ന രക്തചാമുണ്ഡി ഏതൊരാളുടെയും മനസ്സിൽ സംഭ്രമം ജനിപ്പിക്കുന്നതാണ്. രക്തചാമുണ്ഡിയുടെ അപാര ചൈതന്യം കുടികൊള്ളുന്ന പുരാതന ക്ഷേത്രമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപത്തെ പുളിരക്കീഴിൽ ചാമുണ്ഡേശ്വരി ക്ഷേത്രം. കാശീപുരാധീശ്വരിയായ അന്നപൂർണേശ്വരിയുടെ തോഴിയായും സഖിയായും വന്ന ദേവതമാർ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും ചാമുണ്ഡിയായി നിലകൊള്ളുന്നു എന്നാണ് ഐതിഹ്യം. പുളിരക്കീഴിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ രക്തചാമുണ്ഡിയെ കൂടാതെ വിഷ്ണുമൂർത്തിയും ഗുളികനും കുടികൊള്ളുന്നു. എല്ലാ വർഷവും ഈ ദേവതമാരെ ഇവിടെ കെട്ടിയാടിക്കുന്നു. പുളിരക്കീഴ് ചാമുണ്ഡി ക്ഷേത്രത്തിൽ രക്തചാമുണ്ഡിയുടെ കോലം ധരിക്കുന്നത് പ്രശസ്ത തെയ്യം കോലധാരിയായ മുരളിപ്പണിക്കരാണ്. കഴിഞ്ഞ 30 വർഷമായി ഒരു നിയോഗം പോലെ ആണ് മുരളിപ്പണിക്കർ രക്തചാമുണ്ഡിയുടെ കോലം ധരിക്കുന്നത്. മറ്റാർക്കും കിട്ടാത്ത ഒരു റെക്കോർഡിന് ഉടമയാണ് മുരളിപ്പണിക്കർ. ഈ പുളിരിയിലെ ക്ഷേത്രത്തിൽ പിന്നെ ചാമുണ്ഡിയുടെ കോലം, രക്തചാമുണ്ഡിയുടെ കോലം, ആയിരനഗ ചാമുണ്ഡിയുടെ കോലം ഞാൻ 30 വർഷമായിട്ട് തുടർന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്രയും ഒരു പരമമായ പുണ്യമായ സ്ഥലമാണിത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത് ഏറ്റവും വലിയ പുണ്യം തന്നെ ഞാൻ കാണുന്നു. എല്ലാവർക്കും അതിന് താല്പര്യവും അവരുടെ സ്നേഹവും എല്ലാം വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു വലിയ പരമമായ ഭാഗ്യമായി ഞാൻ കാണുന്നു. 30 വർഷമായിട്ട് എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്രാവശ്യം കൂടി 1000 തെങ്ങിൽ കുടികൊണ്ട അന്നപൂർണേശ്വരിക്ക് മാറ്റുകൊടുത്ത അവകാശികൾ പുളിരക്കീഴിൽ തറവാട്ടുകാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ദിവസം മാറ്റുകൊണ്ടുവന്നപ്പോൾ അതിൽ ഒരു പുളിങ്കുരു ഉണ്ടായിരുന്നുവത്രേ. അത് തറവാടിൻ്റെ പൂജാമുറിയിൽ വീണു. ആ പുളിങ്കുരു മുളക്കുകയും പെട്ടെന്ന് വളർന്ന് ഒരു വലിയ പുളിമരമായി മാറുകയും ചെയ്തു. തറവാട് നിന്ന സ്ഥലം പിന്നീട് ക്ഷേത്രമായി മാറുകയും ചെയ്തു. ചാമുണ്ഡേശ്വരിയുടെ ചൈതന്യം തറവാട്ടുകാർക്ക് അനുഭവഭേദ്യമായതോടെ ആരാധന തുടങ്ങുകയായിരുന്നു. പുളിമരം പടർന്ന് പന്തലിച്ച് വൻമരമായി മാറി. ആ പുളിമരം ഇന്നും പഴമക്കാരുടെ മനസ്സിൽ മങ്ങാതെ മായാതെ നിൽക്കുന്നുണ്ട്. കാലക്രമേണ ആ പുളിമരം മറിഞ്ഞു വീണ് നശിക്കുകയും ചെയ്തു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അതേ സ്ഥലത്ത് ഒരു പുളിമരം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോഴുള്ള പുളിമരത്തിൻ്റെ പെട്ടെന്നുള്ള വളർച്ച ആരെയും വിസ്മയിപ്പിക്കുന്നതും ഈ ഐതിഹ്യത്തോട് ചേർന്ന് നിൽക്കുന്നതുമാണ്. പുളിരക്കീഴിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നടന്ന കളിയാട്ടത്തോടനുബന്ധിച്ച് രക്തചാമുണ്ഡിയെ കൂടാതെ വിഷ്ണുമൂർത്തിയുടെയും ഗുളികൻ്റെയും കോലങ്ങൾ കെട്ടിയാടി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
ശരി പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ